രമേശാ, അപ്പൊ ഇന്ന് അതൊക്കെ കാര്യം പറ. ആ മുരളിച്ചേട്ടൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് മോനെ. പണിയാവോ? കുഴപ്പം തന്നെ. നിന്നെ കൈ കിട്ടിയ തല്ലൊന്നും പറഞ്ഞുകൊണ്ട് തട്ടാറമ്മൽ ജംഗ്ഷനിൽ കറങ്ങടിച്ച് നടപ്പുണ്ട്. അല്ല ദൈവം നമ്മൾ ഏത് സമയത്താണ് അങ്ങനെ പൈസ കടം മേടിക്കുന്നത്? അത് മാത്രമോ, കടം ചോദിക്കാൻ വന്ന അങ്ങേരെ വീട്ടിലെ പട്ടി അഴിപ്പിച്ചിട്ട് കടിപ്പിച്ചില്ലടാ നീ. എനിക്കെന്തോ പേടി, അയാൾ എന്നെ അല്ലല്ലോ തപ്പി നടക്കുന്നത്. എനിക്കും പഠിക്കുന്നു. അവനെന്തി അവനെ കാണുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്താ മനസ്സിലാ? കണ്ണുകൂടെ? അതുകൊണ്ടാ നിന്നെ തരുന്നത്. എവിടെ അവൻ? ഈ നിൽക്കുന്നവനെ കണ്ടുകൂടെ? അവനോട് പറഞ്ഞേരെ ഞാൻ അവനെ പിന്നെ കണ്ടോളാം. അങ്ങനെ പോയത് ഓടാ പേടിത്തൂറി. മൂത്രം ഒഴിക്കാൻ പോയിട്ട് വന്നപ്പോ നിന്റെ മുഖത്തുന്നത് നാട്ട് തീരെ കത്തുന്നുണ്ടല്ലോ. ഓടാ. നീരല്ല, ഞാൻ തലോടിയതാ. ഞാൻ മുന്നിച്ചേട്ടൻ പോയില്ലായിരുന്നു. കടം മേടിച്ച പൈസ ചോദിക്കാൻ വന്നാൽ നീ പട്ടിയെ വിട്ട് കടിപ്പിക്കും. മുതലും പലിശയും ആശുപത്രി ചെലവും ചേർന്ന് 49,099 രൂപ എനിക്ക് ഇന്ന് ഇപ്പോൾ കിട്ടണം. അത്രേ ഉള്ളു. അടുത്ത ചെന്നാ പോലെ കേട്ടോ. വേണ്ട, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. എനിക്ക് എന്നെ കാശ് കിട്ടിയാൽ മതി. എനിക്ക് മതി. എനിക്ക് സമാധാനം. കൊണ്ടുപോകട്ടെ. എന്റെ കല്യാണം കിട്ടി മുതൽ കേട്ടോ. പൊക്കോ. എനിക്കിനി അടി കൊള്ളാം പയ്യേ. 2 hours later. ആഹാ, നീ ഇവിടെ നിൽക്കുകയാണോ? നീ അറിഞ്ഞ മുരളിച്ചേട്ടനെ പോലീസ് നോക്കി മുക്കുകൊണ്ടം പണയം വെക്കാൻ നോക്കിയാണ്. ഇനി അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അടുത്ത് എന്തോണോ പോകരുത്. ദൈവം തപ്പനാണെന്നറിയാം. ഞാനിത് പ്രതീക്ഷിച്ച എൻ്റെ കയ്യിൽ സ്വർണ്ണമോദരം കാണാം. അതുകൊണ്ട് പണയം വെച്ച് പെണ്ണുമ്പിള്ള പറ്റിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ റോളിലോളല്ല കൈ കിട്ടുന്നത്. നീ അതിനിടയ്ക്ക് ഞാൻ അങ്ങനെ കഴിച്ചു കൊടുത്തു. അല്ല കാര്യമുള്ള ഉള്ളതാണ്. നീ ജില്ല കേട്ടോ. നല്ലത്. എൻ്റെ ദൈവം, നീ ഇത്തോളം ജില്ല കേട്ടോ.